നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടുന്നവരല്ലേ? അപ്പൊ നിങ്ങൾ പല ഫോട്ടോസും സ്റ്റാറ്റസ് ഇടുന്നുണ്ടാവും. അത് കാണുന്ന കുറേ പേരുണ്ട്. അതിൽ കുറച്ച് പേര് നിങ്ങളുടെ എല്ലാ സ്റ്റാറ്റസും ലൈക്ക് അടിക്കും. ഒട്ടുമിക്ക എല്ലാം അടിക്കും. ചില ആൾക്കാരുണ്ട് നമ്മുടെ ഫോട്ടോ കണ്ടാൽ, നമ്മുടെ നമ്മുടെ ഫേസ് കണ്ടാൽ ആ ഫോട്ടോയിലുണ്ടെങ്കിൽ അത് കണ്ട അപ്പം ലൈക്ക് അടിക്കുന്നവരുണ്ട്. നമ്മുടെ എപ്പോഴെങ്കിലും നമ്മുടെ ഫോട്ടോകളിലേക്ക് ലൈക്ക് അടിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഡെയിലി നമ്മുടെ ഇടുന്ന എല്ലാ സ്റ്റാറ്റസും കാണുന്നവരുണ്ട്. മിക്കവാറും ഒന്നിനും തന്നെ അതിന് ലൈക്ക് അടിക്കുകയോ അല്ലെങ്കിൽ അതിന് സ്നേഹം കാണിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ കുറേ മനുഷ്യരുണ്ട്. നമ്മുടെ ഫോൺ കോണ്ടാക്ട് പോലെയാണ് ജീവിതം. ഒരുപാട് പേരുണ്ടാവും. അതിൽ വളരെ പ്രിയപ്പെട്ടവരാണ് ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറി. നമ്മൾ എന്ത് ചെയ്താലും അവരതിനെ സപ്പോർട്ട് ചെയ്യുകയും ഒന്നിച്ച് നിൽക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ ഫേസ് കാണുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, സന്തോഷം കിട്ടും. അവരും നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. എന്നാൽ എന്നും നമ്മുടെ ഒരു കാര്യത്തിനും സ്നേഹം കാണിക്കാത്തവരുണ്ട്. അവരൊക്കെ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ കോണ്ടാക്റ്റിൽ വെക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെയൊക്കെ കോണ്ടാക്റ്റിൽ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെയുള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെയൊക്കെ സ്റ്റാറ്റസ് ഒരു 700 പേരൊക്കെ കാണുന്നുണ്ടാവും. പക്ഷെ ആ കാണുന്ന 700 പേരിൽ എത്ര പേരാണ് നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ഫോട്ടോ കണ്ടാൽ ലൈക്ക് ചെയ്യുന്നവരുള്ളത്, അല്ലെങ്കിൽ ഒരു റിപ്ലൈ ചെയ്യുന്നവരുള്ളത്? വളരെ കുറവാണ്. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേർക്ക് വേണ്ടി ജീവിക്കാൻ നമുക്കാവില്ല. നമ്മുടെ വളരെ പ്രധാനപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. അവരെ നിങ്ങൾ പരിഗണിക്കത്തുള്ളൂ. ഈ ലോകം മുഴുവൻ നിങ്ങളെ ചെക്ക് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങളുടെ കുറ്റം വന്ന് നോക്കട്ടെ. ഇവരൊക്കെ പലരും പലരും നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അവരൊക്കെ നമ്മുടെ വന്ന് വിമർശിക്കാനും അഭിപ്രായം പറയാനും ഒക്കെ നിൽക്കും. പക്ഷെ നല്ല കാര്യം നമ്മൾ ചെയ്താൽ അവർ അഭിപ്രായം പറയുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ലോകത്തിൽ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ആ ഒരുപാട് പലരും നമുക്ക് പ്രധാനപ്പെട്ടവരല്ല. അവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം വെറുതെ പാഴാക്കരുത്. അവരെന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചിട്ടൊന്നും നമ്മൾ പാഴാക്കേണ്ട ആവശ്യമില്ല. ആദ്യ കാറ്റഗറി ഉണ്ട്. നമ്മുടെ ഫേസ് കാണുമ്പോൾ സന്തോഷം വരുന്നവരുണ്ട്. അവരെയൊക്കെ നമ്മൾ എപ്പോഴും ഒന്നിച്ച് കൂടെ പിടിക്കുക. ഒരിക്കലും കളയാതെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. അവരോട് ക്ലോസ് കോണ്ടാക്ട് വെക്കുക. അവരുടെ ഫോട്ടോ കാണുമ്പോൾ നമ്മളും ഒന്ന് ലൈക്ക് അടിച്ചാൽ അങ്ങനെയുണ്ട്. നമുക്ക് കിട്ടുന്ന ലൈക്ക്, സ്നേഹമൊക്കെ കിട്ടണമെങ്കിൽ സ്നേഹം കൊടുക്കണം. ഈ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില ഹൃദയം ഉണ്ടല്ലോ, ചിഹ്നം, ഹൃദയത്തിന്റെ ചിഹ്നങ്ങൾ, ലൗയുടെ ചിഹ്നമൊക്കെ പരസ്പരമുള്ളൊരു കെയറിങ് കൂടിയാണ് ആ കാര്യത്തിൽ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമന്റ് ചെയ്യും.